أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1277 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 36-37 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. صدق الله العظيم. സൂറത്തുൻ നംലിലെ 36-37 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി സബയിലെ രാജ്ഞിക്ക്, ബൽഖീസ് രാജ്ഞിക്ക്, ഷീബ രാജ്ഞിക്ക് ഒരു സന്ദേശം ഹുദ്ഹുദ് പക്ഷിയുടെ അടുക്കൽ കൊടുത്തയച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പ്രതിപാദിക്കപ്പെടുന്നത്. അതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠന വിധേയമാക്കുകയുണ്ടായി. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം കൈപ്പറ്റിയ ബൽഖീസ് രാജ്ഞി, സബയിലെ മലിക്കത്ത്, തന്റെ കൂടിയാലോചനാ സമിതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് അവരുമായി കൂടിയാലോചിക്കുകയും ഉണ്ടായി. അവരറിയിച്ചത് നമ്മൾ വളരെ ശക്തരും സജ്ജരുമായ ആളുകളാണ്, ഉലു ബഅ്സിൻ ഷദീദിൻ, അതുപോലെ ഉലു ഖുവ്വത്തിൻ, കരുത്തുള്ള ഉലു ഖുവ്വത്താണ്, അതേപോലെ ഉലു ബഅ്സിൻ ഷദീദിൻ, നല്ല സജ്ജരായുള്ള എന്ത് വിധത്തിലുള്ള പരാക്രമത്തിനും പോരാട്ടത്തിനും ഒരുക്കമുള്ള ആളുകളാണ് നമ്മൾ. എന്നാൽ കാര്യം തീരുമാനിക്കേണ്ടത് തങ്ങൾ തന്നെയാണ് എന്നാണ് വൽ അംറു ഇലൈക്കി, രാജ്ഞിയോട് പറയുന്നത് അങ്ങനെയാണ്, കാര്യം താങ്കൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഫൻദുരി മാതാ തഅ്മുരീൻ, എന്ത് കൽപ്പനയാണ് പുറപ്പെടുവിക്കേണ്ടത് എന്നത് താങ്കൾ ആലോചിച്ച് തീരുമാനിച്ചാലും എന്നാണ് അവർ പറയുകയുണ്ടായത്. പക്വമതിയായ ഭരണാധികാരി തന്റെ കൂടിയാലോചനാ സമിതിയിലെ ആളുകളോട് പറയുന്നത്, രാജാക്കന്മാർക്ക് അവര് ഒരു പടയോട്ടം നടത്തി ഒരു നാട്ടിലേക്ക് ഇടിച്ചു കയറി വരുമ്പോൾ സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അവര് നാട്ടിലേക്ക് കടന്നു കയറി വന്നാൽ ആ നാട് ആകെ നാശമാക്കും.
അവിടെയുള്ള പ്രതാപത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ അവര് നിന്ദ്യരും അതുപോലെ അപമാനിതരുമാക്കും. അത് അവരുടെ ഒരു പതിവ് രീതിയാണ്. അപവാദങ്ങള് അപൂർവമായിട്ട് മാത്രമുള്ള ഭരണാധികാരികളുടെ പടയോട്ട ചരിത്രം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണിത് എന്നാണ് ബൽഖീസ് രാജ്ഞി അവരോട് പറയുന്നത്. എന്നിട്ട് തന്റെ തീരുമാനം എന്താണ് എന്നതും കൂടിയാലോചനാ സമിതിയുടെ മുന്നിൽ അവരറിയിക്കുന്നുണ്ട്. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: വൈന്നി മുർസിലത്തുനിലയിക്കും ബിഹദിയത്തിൻ, ഞാൻ അവരിലേക്ക് സുലൈമാൻ അലൈഹിസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് അവരുടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളുടെയും അടുക്കലേക്കായിട്ട് സമ്മാനങ്ങൾ കൊടുത്തയച്ച് നോക്കട്ടെ. ചില ഹദിയകളൊക്കെ കൊടുത്തയച്ചിട്ട് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്, അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്, അവര് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതും അവരുടെ നിലപാടുകള് പൊതുവെ എല്ലാറ്റിനോടും എന്താണ് എന്നതും ഒക്കെ ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ് ബൽഖീസ് രാജ്ഞി തന്റെ തീരുമാനമായിട്ട് അവരെ അറിയിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫനാദിറത്തുൻ ബിമയർജുൽ മുർസലൂൻ, എന്റെ ദൂതന്മാര്, ഞാൻ അയക്കുന്ന സന്ദേശവാഹകര് എങ്ങനെയാണ് എന്തുമായിട്ടാണ് തിരികെ വരുന്നത് എന്നത് ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ. അപ്പോ സുലൈമാൻ അലൈഹിസ്ലാം ഏത് തരത്തിലുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണ്, അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്താണ്, ഇങ്ങനെ തന്റെ നാട്ടിലേക്ക് അദ്ദേഹം കടന്നു കയറി വരുന്നതിന് എന്താണ് പ്രേരണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു നടപടിയിലൂടെ എനിക്ക് സാധിക്കാനിടയുണ്ട് എന്നാണ് ബൽഖീസ് രാജ്ഞി മനസ്സിലാക്കുന്നതും അവര് അത് തന്റെ കൂടിയാലോചനാ സമിതിയിലെ പൗരപ്രമുഖരായ ആളുകളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇതിനകം വായിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള ഭാഗം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഫലമ്മ ജാഅ സുലൈമാന, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ബൽഖീസ് രാജ്ഞിയുടെ സന്ദേശവാഹകര് സമ്മാനങ്ങളുമായി എത്തിയപ്പോൾ, ഫലമ്മ ജാഅ സുലൈമാന ഖാല, അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത്. ബൽഖീസ് രാജ്ഞിയുടെ, സഭയിലെ രാജ്ഞിയുടെ സമ്മാനങ്ങളുമായിട്ടാണ്, ഹദിയകളുമായിട്ടാണ് അവരുടെ സന്ദേശവാഹകര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ എത്തുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എത്തിയതിനു ശേഷം രാജാവിനെ നേരിൽ കാണുകയും ബൽഖീസ് രാജ്ഞി കൊടുത്തയച്ച സമ്മാനങ്ങള് അദ്ദേഹത്തിന്റെ മുന്നില് അദ്ദേഹത്തിനുള്ളതായിട്ട് സമർപ്പിക്കുകയും ചെയ്തു കാണണം. അതിനെ തുടർന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം അവരോട് പ്രതികരണമായിട്ട് ഇങ്ങനെ പറയുന്നത്: അതുമിദ്ദൂനനി ബിമാൽ, അതുമിദ്ദൂനനി ബിമാൽ, നിങ്ങൾ എനിക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ തരാൻ വേണ്ടി, നൽകാൻ വേണ്ടി മുതിരുകയാണോ? നിങ്ങൾ എനിക്ക് വിലപിടിപ്പുള്ള പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ തന്നുകൊണ്ട്, സമ്പത്ത് തന്നുകൊണ്ട് എന്നെ പാട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നാണ് ചോദ്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടൊരു സന്ദേശം നിങ്ങൾക്കായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, എന്നെ അനുസരിക്കുന്നതിൽ വീഴ്ചയൊന്നും വരുത്തരുത്, ധിക്കാരം കാണിക്കരുത്, അള്ളാഹുവിന്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് എന്റെ അടുക്കൽ വരണം എന്നാണ്. അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എനിക്ക് കുറെ സമ്മാനങ്ങള്, ഭൗതികമായ താല്പര്യങ്ങള് പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള ചില സമ്പത്തുക്കള്, വിലപിടിപ്പുള്ള ചില സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണോ എനിക്ക്? ഇതാണ് ചോദ്യം. സുലൈമാൻ അലൈഹി ഇസ്ലാം
യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തികമായ ഒരു നേട്ടം ബൽഖീസ് രാജ്ഞിയുടെ രാജ്യം അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കി കൊടുക്കണം എന്നതൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഒരു താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. സബവ് രാജ്യത്തെ എന്തെങ്കിലും വിഭവങ്ങൾ തങ്ങളുടേതാക്കി മാറ്റണം എന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ ബൽഖീസ് രാജ്ഞി സാധാരണഗതിയിൽ രാജാക്കന്മാര് പടയോട്ടങ്ങൾ നടത്തുമ്പോൾ അയൽ രാജ്യങ്ങളോട് എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെ നിബന്ധന വെച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായും അവർക്ക് ചില ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അവര് ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ ആ നാട്ടിലെ പ്രകൃതി വിഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ നാട് ഏതെങ്കിലും നിലക്ക് അവർക്ക് പ്രയോജനകരമായ വിധത്തില് ഉപയോഗപ്പെടുത്താനായിരിക്കും. അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെയൊന്നുള്ള താല്പര്യങ്ങള് അല്ല യഥാർത്ഥത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കത്തിന്റെ സന്ദേശത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ധിക്കാരം കാണിക്കുന്നവരാകരുത്. രണ്ടാമത്തത്, കീഴ്പ്പെടൽ, അള്ളാഹുവിനോട് കീഴ്പ്പെടൽ കാണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് അവന് സമർപ്പിക്കുന്നവരായിക്കൊണ്ട് തന്റെ അടുക്കൽ വരണം. ഈ കാര്യങ്ങളാണ് പറയുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം അയച്ച കത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും പ്രഗത്ഭനായ ഭരണാധികാരി എന്നുള്ള നിലക്കും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്ന വിധത്തിലാവൂല കത്തുണ്ടാവുക. ആ കത്തിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിക്കുന്നത്. ആ കത്തിന് സ്വാഭാവികമായിട്ടും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിലുണ്ടാകും. മനുഷ്യര് എല്ലാവരും അള്ളാഹുവിനാണ് കീഴ്പ്പെടേണ്ടത്, അവന് വിധേയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവയെ ആരാധിക്കുന്ന ഒരു സംസ്കാരം അത് അവരെ അപകടത്തിൽപ്പെടുത്തും. അതൊരിക്കലും തന്നെ സത്യമാവുകയില്ല, ജീവിത വിജയത്തിന് അവർക്ക് പ്രയോജനപ്പെടുകയില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ വ്യക്തമാക്കപ്പെട്ടതിനെ തുടർന്നായിരിക്കണം ഈ മുഖ്യമായ മർമ്മപ്രധാനമായ ആശയം സുലൈമാൻ അലൈഹിസ്സലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ബൽഖീസ് രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാമിനെ വേണ്ട വിധം മനസ്സിലാക്കിയില്ല. രാജാക്കന്മാര് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിധത്തിലാണ് ബൽഖീസ് രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാമിനുള്ള മറുപടി ആയിട്ട് സമ്മാനങ്ങളുമായിട്ട് തന്റെ ദൂതന്മാരെ പറഞ്ഞയക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം നോക്കുക. ഫലമ്മ ജാഅ സുലൈമാന ഖാല, സുലൈമാൻ അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിയുടെ ദൂതന്മാര് തന്റെ അടുക്കലെത്തിയപ്പോ ചോദിക്കുന്നത് എങ്ങനെയാണ്? അതുമിദ്ദൂനനി ബിമാൽ, നിങ്ങൾ എനിക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ വെച്ച് നീട്ടുകയാണോ? അതാണോ നിങ്ങൾ എനിക്ക് നൽകാൻ വേണ്ടി മുതിരുന്നത്? ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാക്കും, എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇങ്ങനെയാണ്, ഫമാ ആതാനി അല്ലാഹു, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, സാമ്പത്തികമായിട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ, അത് ഖൈറും മിമ്മാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ എത്രയോ ഉത്തമമായതാണ്. നിങ്ങൾ എനിക്ക് ഭൗതികാർത്ഥത്തിലുള്ള സാമ്പത്തികമായ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും സമ്മാനങ്ങളോ പിന്തുണയോ ഒന്നും നൽകേണ്ടതില്ല. കാരണം ഞാൻ അതിൽ സ്വയം പര്യാപ്തനാണ്. എന്ന് മാത്രമല്ല, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഐശ്വര്യത്തെക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങളും സംഗതികളും ഒക്കെയാണ് ഈ വിഷയത്തിൽ എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സാമ്പത്തികമായ പിൻബലം തരുന്നു എന്ന ഒരാലോചന പോലും പ്രസക്തമല്ല. കാരണം നിങ്ങളെക്കാൾ ഐശ്വര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു എനിക്ക് നിങ്ങളെക്കാൾ ഉയർന്ന, നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ മെച്ചപ്പെട്ട
എല്ലാ വിഭവങ്ങളും തന്നിട്ടുമുണ്ട്. അതാണ് വസ്തുത എന്നിരിക്കെ നിങ്ങള് ഞങ്ങൾക്ക് സാമ്പത്തികമായി പലതും നൽകിക്കൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണോ? അതുമിദ്ദൂനനി ബിമാൽ, സമ്പത്ത് തന്നുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ മൂല്യമുള്ള സമ്മാനങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുകയാണോ? ഒമാ ആത്താനി അല്ലാഹു ഖൈറും മിമ്മ ആത്താക്കും, എനിക്ക് അള്ളാഹു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ളതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാമ്പത്തികമായ എന്തെങ്കിലും പിന്തുണ, സമ്മാനങ്ങള്, പാരിതോഷികങ്ങൾ അതൊന്നും എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു കാര്യവുമില്ല, ഒരാവശ്യവുമില്ല. ബൽ അൻതും ബി ഹദിയത്തിക്കും തഫ്രഹൂൻ, എനിക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, നിങ്ങള് ഇങ്ങനെ വലിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു എന്ന ഒരു ആഹ്ലാദത്തിലാണ്. യഥാർത്ഥത്തിൽ വളരെ ആസ്ഥാനത്തായിപ്പോയ ഒരു കാര്യമാണ്. നിങ്ങൾ എനിക്ക് അത് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതിന് അർഹതയുള്ളവർക്കും ഒക്കെ നിങ്ങൾ അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവര് സന്തോഷിക്കും. അവര് സന്തോഷിച്ചു എന്നത് നിങ്ങൾക്ക് വലിയ ആഹ്ലാദം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഇത് അസ്ഥാനത്തായി പോയി. നിങ്ങളുടെ ഈ ഹദിയകളുടെ പേരിൽ വലിയ ആഹ്ലാദത്തിലാണ്. യഥാർത്ഥത്തില് ഞാൻ ആവശ്യപ്പെട്ടത് അതല്ല, നിങ്ങളുടെ പ്രതികരണം ഉണ്ടാവേണ്ടിയിരുന്നത് ആ വിധത്തിലുമല്ല. എന്തെങ്കിലും സമ്മാനങ്ങൾ തന്നുകൊണ്ട്, ഹദിയകൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിഗളിപ്പിനോ അല്ലെങ്കിൽ ആഹ്ലാദത്തിനോ അടിസ്ഥാനമെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ തെറ്റിപ്പോയി, പെശക് പറ്റിപ്പോയി എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. ബൽ അൻതും ബി ഹദിയത്തിക്കും തഫ്രഹൂൻ, നിങ്ങളുടെ ഹദിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ രാജാവിന് കൊടുത്തയച്ചു എന്നതിന്റെ പേരിൽ തഫ്രഹൂൻ, നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള സമ്മാനങ്ങളുടെ കാര്യത്തില് ഞങ്ങൾ ഒരു ആവശ്യക്കാരേ അല്ല. കാരണം ഞങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനേക്കാൾ എത്രയോ ഉത്തമമായതാണ്. അതുകൊണ്ട് ഇത്തരം സമ്മാനങ്ങളോ ഭൗതികമായ വിലപിടിപ്പുള്ള മൂല്യവത്തായ സമ്പത്തുക്കളോ ഒന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ അല്ല. ഇർജിഇലൈഹിം, അതുകൊണ്ട് ദൂതനോട് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത് ഇങ്ങനെയാണ്, നീ പോ, തിരിച്ചു ചെല്ല്, അവരുടെ അടുക്കിലേക്ക് എന്നെ തിരികെ പോ. ഫലനഅതിയന്നഹും ബിജുനൂദ്, ഞങ്ങളിതാ അവരുടെ അടുക്കിലേക്ക് ഒരു സൈന്യവുമായിട്ട് പുറപ്പെടുകയായി. നീ തിരിച്ചു പോയിക്കോ, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ബൽഖീസ് രാജ്ഞിയുടെ അടുക്കിലേക്ക് തന്നെ തിരികെ പോയിക്കോളൂ. ഈ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട എത്രയോ ഞങ്ങളുടെ കയ്യിൽ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് തന്നതുണ്ട്. അതുകൊണ്ട് ഇർജിഇലൈഹി, നീ മടങ്ങിപ്പോകണം. ഫലനഅതിയന്നഹും, ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുക്കിലേക്ക് അവരുടെ അടുക്കിലേക്ക് വരാൻ പോവുകയാണ്. ബി ജുനൂദിൻ, ഒരു സൈന്യത്തെ കൊണ്ടാണ്, ഒരു വലിയൊരു പടുകൂറ്റൻ സൈന്യവുമായിട്ട്, ജിന്നുകളും മനുഷ്യരും പക്ഷികളും ഒക്കെ സേനാംഗങ്ങളായിട്ടുള്ള ഒരു സൈന്യവുമായിട്ട് ഞങ്ങൾ പുറപ്പെടുകയാണ്. അവരുടെ അടുക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ലാ ഖിബല ലഹും ബിഹ, അങ്ങനെ ഒരു സൈന്യത്തെ പ്രതിരോധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ബൽഖീസ് രാജ്ഞിയുടെ സൈന്യത്തിന്, സബകുകാരുടെ സേനകൾക്ക് മാത്രമല്ല, ലോകത്ത് ആർക്കും തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ വിധത്തിലുള്ള സൈന്യത്തെ, പടയെ നേരിടാനും പ്രതിരോധിക്കാനും സാധിക്കുകയില്ല എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇവിടെ പറയുന്നില്ല. ലാ ഖിബല ലഹും, അവരെ മുഖാമുഖം നേരിടുക എന്നത് സാധ്യമല്ല. ലാ ഖിബല ലഹും ബിഹ, ഇത്രയും സജ്ജമായി വരുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സൈന്യത്തെ നേരിടുക എന്നത് സാധ്യമായ ഒരു സംഗതിയല്ല. എന്നിട്ടോ ഞങ്ങൾ വേണ്ട താക്കീതൊക്കെ നേരത്തെ നൽകിയിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന ഇതാണ്, വലനുഖ്രിജന്നഹും മിൻഹ, ഞങ്ങൾ അവരെ അവിടെ നിന്ന് പുറത്താക്കും.
ആരെയാണ് പുറത്താക്കുക? സുലൈമാൻ അലൈഹിസ്സലാം സബയിലെ ജനങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി ആ ഭൂപ്രദേശം കൈയടക്കും എന്നല്ല പറയുന്നത്. മറിച്ച് സബയിലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ താങ്ങി നിർത്തുകയും ജനങ്ങളെ സത്യാന്വേഷണ താല്പര്യങ്ങളില്ലാത്തവരാക്കി ഒരുതരം അടിമത്തത്തില് കഴിഞ്ഞുകൂടാൻ കാരണമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അധികാര വ്യവസ്ഥയുണ്ട്. ആ അധികാര വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രപഞ്ച സ്രഷ്ടാവായ ഏകനായ റബ്ബിനെ കാണുവാനും അവന് വിധേയപ്പെടുവാനും സത്യമാർഗം അവലംബിക്കുവാനും ഒന്നും സാധിക്കില്ല. കാരണം അധികാരമുള്ളത്, സമ്പത്തുള്ളത്, ഐശ്വര്യമുള്ളത്, കൈകാര്യകർത്താക്കളായിട്ട് വലിയ സ്വാധീനം കൈയാളുന്നത് ഒക്കെ അധികാരം ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സബകരാജ്ഞിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിലകൊള്ളുന്ന ആ പ്രഭുക്കന്മാരുടെ സഭയും ഒക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായി ഒറ്റപ്പെട്ട ആളുകള് സത്യാന്വേഷണ താല്പര്യത്തോടു കൂടി ഹക്ക് കണ്ടെത്താനുള്ള ശ്രമം നടത്തും എന്നത് ഒഴിച്ചു നിർത്തിയാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം ഉൾക്കൊള്ളാൻ, സത്യത്തെ പിന്തുണക്കുന്നവരായി മാറാൻ, സത്യമാർഗം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ സാധിക്കില്ല. ആ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ അവർക്ക് അതിന് തടസ്സമായിരിക്കും. അതുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. വലനുഖ്രിജന്നഹും മിൻഹ, അവിടുത്തെ ആ നാട്ടിലെ മേധാവികളായ ഭരണാധികാരികളായ ആളുകളെ നാം അവിടുന്ന് പുറത്താക്കും. അതില്ലത്തൻ വഹും സാഗിറൂൻ, അവര് അപമാനിതരായി നിന്ദ്യരായിക്കൊണ്ട് അതുപോലെ വല്ലാതെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നവരായിക്കൊണ്ട് അവിടുന്ന് പോകേണ്ടി വരും. ആ വിധത്തിൽ നാം അവരെ പുറത്താക്കും. ഇപ്പൊ അവര് വലിയ കിബിരിയകളാണ്, വലിയ ആളുകളായിട്ട് വിരാജിക്കുകയാണ്. പക്ഷെ അവരിവിടുന്ന് പോകേണ്ടി വരുന്നത് സാഗറൂനായിട്ടാണ്, വലിയ ആളുകളായിട്ടല്ല, വളരെ നിസാരന്മാരായിട്ട്, വളരെ അപമാനിതരായ അല്ലെങ്കിൽ നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളായിട്ടാണ് അവരിവിടുന്ന് പുറത്തു പോകേണ്ടി വരിക. ഞങ്ങൾ ആ വിധത്തിലാണ് അങ്ങോട്ട് വരിക. ഒരു പടുകൂറ്റൻ സൈന്യം ഉണ്ടാവും. ആ സൈന്യത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ഒരാൾക്കും സാധിക്കുകയില്ല. അതിനുശേഷം ഞങ്ങള് അവിടുത്തെ കൈകാര്യകർത്താക്കളായ ആളുകളെ അവിടുന്ന് പുറത്താക്കും. അവര് പുറത്തു പോകുന്നത് ഏത് വിധത്തിലായിരിക്കും? അതില്ലത്തൻ ബഹും സാഹിറൂൻ, നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ടും നിസ്സാരന്മാരായി മാറിക്കൊണ്ടുമാണ് അവരവിടുന്ന് പോകേണ്ടി വരിക. കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ വിഷയം വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കോളനി വാഴ്ചക്കാരോ അല്ലെങ്കിൽ സാമ്രാജ്യത്വ മോഹികളോ ഒന്നുമല്ല. നിങ്ങളുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്ത് ഞങ്ങൾക്ക് സമ്പന്നരാവാനോ തടിച്ചു കൊഴുക്കാനോ ഒന്നും താല്പര്യത്തോടു കൂടിയല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ പുറപ്പെടുന്നത്. നിങ്ങളുടെ മുന്നിൽ ഞങ്ങളൊരു സന്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അല്ലാ താലു അലയ്യ, നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിക്കുന്നവരാകരുത്. പിന്നെ അതുപോലെ തന്നെ വഅ്തൂനി മുസ്ലിമീൻ, എന്റെ അടുക്കൽ നിങ്ങൾ കീഴ്പ്പെട്ടവരായിക്കൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങൾ എന്റെ അടുക്കൽ വരികയാണ്. ഇത് അധികാരികളോട് പറഞ്ഞ കാര്യമാണ്. അവിടുത്തെ ഭരണാധികാരികൾ ബൽഖീസ് രാജ്ഞിയും അവരുടെ പ്രഭുക്കന്മാരടങ്ങിയിട്ടുള്ള സഭയും ഒക്കെ അവരോടായിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണയോടുകൂടി എന്റെ അടുക്കൽ വരണം. നിങ്ങളാണ് നിങ്ങളുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യം ഉൾക്കൊള്ളുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ആ തടസ്സം നിങ്ങൾ നീക്കണം. അങ്ങനെ നിങ്ങൾ എനിക്ക് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടവരായിക്കൊണ്ട് അള്ളാഹുവിന് വിധേയത്വം അർപ്പിക്കുന്നവരായിക്കൊണ്ട് എന്റെ അടുക്കലേക്ക് വരണം എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നിങ്ങൾ പാരിതോഷികങ്ങൾ കൊടുത്തയച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിലൊന്നും താല്പര്യമില്ല.
പക്ഷെ നിങ്ങളുടെ നാട്ടിലുള്ള സമൂഹം, ജനങ്ങള്, അവർക്ക് സത്യം ഉൾക്കൊള്ളാനും അത് പിൻപറ്റാനും സാഹചര്യം ഉണ്ടാവണം. അതിന് നിങ്ങൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു വലിയ സൈന്യവുമായിട്ട് പുറപ്പെടും. നിങ്ങൾ നിന്ദ്യരും അപഹാസിതരും നിസ്സാരന്മാരുമായിക്കൊണ്ട് അവിടുന്ന് പുറത്തു പോവേണ്ടി വരും. നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുകയും ചെയ്യും. ഇതാണ് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്. അപ്പോ ബൽഖീസ് രാജ്ഞിയുടെ സന്ദേശവാഹകൻ കൊണ്ടുവന്ന സന്ദേശങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് തിരികെ പോവേണ്ടി വരികയാണ്. അതിനോടൊപ്പം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു ഭീഷണിയും ഒരു സന്ദേശമായിട്ട് ബൽഖീസ് രാജ്ഞിയുടെ അടുക്കലേക്ക് തിരികെ പോവേണ്ടി വരികയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള സംഗതി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ ആയത്തുകളുടെ വിവരണവും പഠനവും ഒക്കെ നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അവയിൽ ഒന്ന് രണ്ടൊക്കെ നിങ്ങൾ കേൾപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോ ചിന്മയ തന്നെ ഉന്നയിച്ച ഒരു ചോദ്യം, അള്ളാഹു സൈന്യത്തെ ഒരുക്കി കൊടുത്തു എന്നതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഗൗരവമായ അവിശ്വസനീയത മുഴച്ചു നിൽക്കുന്നു. പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അറിയുന്ന അള്ളാഹു ഇത്തരം നിസ്സാരങ്ങളായ കാര്യങ്ങൾ താനാണ് ചെയ്തത് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് അവിശ്വസനീയമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വലിയ സൈന്യത്തെ ഒരുക്കി കൊടുത്തു എന്നതാണ് വിഷയം. അത് സംബന്ധമായിട്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് സൈന്യത്തെ ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് വളരെ നിസ്സാരമായിട്ട് ആണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. സംഗതിയുടെ വിശുദ്ധ ഖുർആനിലെ വേറെ പല കാര്യങ്ങളുടെയും വിവരണങ്ങൾ വായിച്ചാൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആൻ കന്നുകാലികളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നത്, നാമാണ് അവയെ സൃഷ്ടിച്ചത്, നാമാണ് അവയുടെ അകിടില് പാല് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ ദേഹത്ത് മാംസളമാക്കി ദേഹം അതിന്റെ ശരീരത്തെ മാറ്റിയത് നാമാണ്, എന്നിട്ടോ വഹും ലഹ മാലിക്കും, അവരാണ് പോലും അതിന്റെ ഉടമകള് എന്ന്. അപ്പോ ആളുകളുടെ മനസ്സിൽ പലപ്പോഴും ആടുകളെയും ഒട്ടകങ്ങളെയും പശുവിനെയും ഒക്കെ ഉടമപ്പെടുത്തിയിട്ടുള്ള, അവയൊക്കെ പരിപാലിച്ച് ജീവിക്കുന്ന ആളുകള് അവരുടെ ആട്, അവരുടെ പശു, അവരുടെ ഒട്ടകം എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ളതാണ്. പക്ഷെ അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ ഈ ആടുകളെയും പശുക്കളെയും ഒട്ടകത്തിനെയും ഒക്കെ സൃഷ്ടിച്ചതും അവയുടെ അകിടില് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും അവയെ മാംസളത ഉള്ളതാക്കി മാറ്റുന്നതും ഒക്കെ. ഇതൊന്നും കർഷകൻ ചെയ്യുന്ന കാര്യമല്ല, കന്നുകാലികളെ വളർത്തുന്നവരും നിലനിർത്തുന്നവരും ഒന്നും ചെയ്യുന്ന കാര്യമല്ല. ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ താല്പര്യം. ഓരോരുത്തരും കൃഷി ചെയ്യുമ്പോൾ, കോഴിയെ വളർത്തുന്ന ആള് ഇപ്പോ കോഴിക്ക് തീറ്റ കൊടുക്കും, കോഴിക്ക് വളരാൻ പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നതല്ലാതെ കോഴി വളരുന്നത് അയാളുടെ കർമ്മം കൊണ്ടല്ലല്ലോ, അത് അള്ളാഹു ചെയ്തു വെച്ച സംവിധാനം കൊണ്ടാണ്. ഇതാണ് അതിന്റെ വസ്തുത. അപ്പൊ ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സൈന്യത്തെ ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നത്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അസാധാരണമായ വിധത്തിലുള്ള ചില സജ്ജീകരണങ്ങൾ അള്ളാഹു അതിന് സാധ്യത തുറന്നു കൊടുത്തു എന്നാണ് അർത്ഥം. ഇപ്പൊ കർഷകന് ആടിനെ ഉടമപ്പെടുത്താൻ സാധിക്കുന്നതിന് അള്ളാഹു ചില സാഹചര്യങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണല്ലോ അത് സാധിക്കുന്നത്. ചിലർക്ക് നല്ല ജോലി കൊടുക്കുന്നത്, സാമ്പത്തിക സാധ്യതകൾ കൊടുക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ നടപടികളാണ്. ജീവിതത്തിൽ നമ്മൾ ശ്വാസം അയക്കുന്നത് പോലും അള്ളാഹുവിന്റെ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഇത് ഒരുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിന്റെ സംഘാടന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന വിധത്തില് അത് മനസ്സിലാക്കുന്നത് വളരെ ഫൂളിഷാണ്. അങ്ങനെയല്ല, അള്ളാഹു ചില സംവിധാനങ്ങൾ പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കാര്യത്തില് ആ പ്രാപഞ്ചിക സംവിധാനങ്ങളുടെ അപ്പുറത്തേക്കും ചില നടപടികൾ സ്വീകരിക്കാറുണ്ട് എന്നതേ അതിനർത്ഥമുള്ളൂ. അള്ളാഹു അത്തരം അനുഗ്രഹങ്ങളും സാധ്യതകളും ഒക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ചെയ്തു കൊടുത്തു എന്നതാണ്. അത് അല്ലാതെ അതിൽ അവിശ്വസനീയതയുടെ യാതൊന്നുമില്ല.
നിങ്ങൾക്ക് അള്ളാഹു ഐശ്വര്യം തന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ള, എന്നാൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നമ്മുടെ സ്വാഭാവികത എന്ന് തോന്നുന്ന വിധത്തിലല്ലാത്ത രീതിയിൽ ചില സജ്ജീകരണങ്ങൾ ഒക്കെ നടത്താൻ സൗകര്യം അല്ലെങ്കിൽ വഴി തുറന്നു കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അള്ളാഹു ഇത് നേരിട്ട് വന്ന് ചെയ്തു എന്നിട്ട് കയ്യിൽ ഏൽപ്പിച്ചു എന്നൊന്നും മനസ്സിലാക്കുന്നതിന് അർത്ഥമില്ല. അങ്ങനെയല്ല അത്. അപ്പോ ഇവിടെ അള്ളാഹുവിന്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യൻ ഈ ഉറുമ്പുകളെ സംബന്ധിച്ച് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നതായി കരുതുന്നതല്ലേ അള്ളാഹുവിന്റെ അനന്തമായ കഴിവുകൾക്ക് ചേരുന്നത്. അപ്പോ സിനിമയുടെ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഉറുമ്പുകളുടെ താഴ്വരയിലൂടെ സുലൈമാൻ അലൈഹി ഇസ്ലാമും സൈന്യവും കടന്നു പോകുമ്പോൾ ഉറുമ്പുകൾ പറഞ്ഞ കാര്യങ്ങള് ശരിയല്ല. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ വ്യാജമായിട്ട് പറഞ്ഞതാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പ്രവാചകന്മാര് അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കുന്ന ആളുകളാണ്. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഗുണം അവര് അമാനത്തുള്ളവരാണ്, സത്യസന്ധരാണ് എന്നതാണ്. ഒരു പ്രവാചകനും കളവ് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. അവർക്ക് തെറ്റ് പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മൂസ അലി ഇസ്ലാമിൻ്റെത് പോലെയുള്ള ചില പ്രവാചകത്വ ദൗത്യം ചുമതലപ്പെടുത്തപ്പെടുന്നതിന്റെ മുമ്പുണ്ടായ ചില തെറ്റുകളൊക്കെ പോലും അതൊന്നും അവര് നിഷേധിക്കാറില്ല. അതൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ ശരിയായ സത്യസന്ധമായ രീതിയിലാണ് അവർ മുന്നോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് ഇത് പ്രവാചകന്മാരെ കുറിച്ചുള്ള വിവരണമാണ്. അത് അള്ളാഹുവാണ് വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ആള് സ്വന്തം നിലക്ക് വിവരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ചാർത്തുകയാണ് എന്ന് നിങ്ങൾ അനുമാനിക്കുമ്പോൾ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതില് മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലർ സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ തോന്നുന്നവർക്ക് അള്ളാഹു ഒരേ ഒരു കാര്യമേ നിർദ്ദേശിക്കുന്നുള്ളൂ. ഇത് ദൈവിക വചനമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്ക്. നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ദൈവിക വചനമല്ല, മനുഷ്യരചനയാണ് എന്നത്. ഈ വെല്ലുവിളി 1500 വർഷങ്ങളോളമായിട്ട് നിലനിൽക്കുന്നതാണ്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിരക്ഷരനായ പ്രവാചകൻ ഉണ്ടാക്കിയതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ആ നിരക്ഷരനായ പ്രവാചകന് ആരുടെയോ സഹായം കൊണ്ടുണ്ടായതാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ലോക ചരിത്രത്തിലെ മനുഷ്യന്റെ രചനാപരമായ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. പഴയ വാമൊഴി സാഹിത്യം, ഫോക്ലോർ, അതുപോലെ ഓറൽ ട്രഡീഷനിലുള്ള രചനകളൊക്കെ തന്നെ ഇപ്പോഴും നമുക്ക് പരിശോധിക്കാവുന്ന വിധത്തില് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അത് ലഭ്യമാണ്. അതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഒരു മനുഷ്യന് രചിച്ചുണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണോ ഈ ഖുർആൻ, അതല്ല ദൈവികത തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദഗ്രന്ഥമാണോ എന്നത്. മനുഷ്യന് സാധിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ ഇതിന് അനുകരണങ്ങൾ ഉണ്ടാവും. ഇതുപോലെയുള്ളത്, ഇതിനേക്കാൾ മെച്ചപ്പെട്ടത്, ഇതിനോളം എത്തുന്നത് ഒക്കെ ആയിട്ട് പലരും അതിന് തുടർന്നു വരും. പക്ഷെ 1500 വർഷമായിട്ട് ഒരു ഘനഗംഭീരം വെല്ലുവിളി നടത്തിയിട്ട് പോലും ഇതിന് ഒരു പകരമായിട്ടൊന്ന് കൊണ്ടുവരാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. മനുഷ്യന്റെ രചനയുടെ ചരിത്രം അങ്ങനെയല്ല. ഷേക്സ്പിയർ ഒരു നാടകം എഴുതിയാൽ അതിനെ വെല്ലുന്ന ഒരു നാടകവുമായിട്ട് ആരെങ്കിലും വരും. ഷേക്സ്പിയർ ഒരു സോണറ്റ് എഴുതിയാൽ അതിനെ കടത്തിവെട്ടുന്ന വിധത്തിൽ മികച്ചു നിൽക്കുന്നത് എന്ന് പറയാവുന്ന പോലെയുള്ള രചനകളുമായിട്ട് വേറെ പലരും വരും. ഇതാണ് സാഹിത്യ ചരിത്രം. എന്നാൽ വിശുദ്ധ ഖുർആൻ യുണീക്കാണ്. അതിന് അനുകരണമോ അതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊണ്ടുവരാനുള്ള ശ്രമമോ നടന്നതായിട്ട് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോയി നോക്കി, എന്നിട്ട് തീരുമാനിക്കും ഇത് ദൈവിക ഗ്രന്ഥമാണോ അല്ലേ എന്ന്. അപ്പോ ആ കാര്യം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം കൂടി അതിൽ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഇസ്ലാമിന്റെ മതപരമായ പ്രാക്ടീസുകളും പങ്കുവിളി ഉൾപ്പെടെ വിശ്വാസങ്ങളും യഹൂദരുടേതുമായി ധാരാളം സാമ്യങ്ങൾ ഉള്ളതാണെന്നും അറിവുള്ളവർ പറയുന്നു. യഹൂദന്മാരുടെ മതത്തിന്റെ ഒരു അനുകരണമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ എന്നതാണ് ചോദ്യം. തെറ്റാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
യഹൂദരുടെ മതത്തിന്റെ ഒരു അനുകരണമല്ല, അതൊരു പരിഷ്കരണമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുഖേന പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം. യഹൂദരുടേത് തള്ളിക്കളയുകയല്ല. യഹൂദര് മൂസ അലൈഹി ഇസ്ലാം എന്ന പ്രവാചകൻ പഠിപ്പിച്ച ജീവിത ദർശനത്തിനെ പിൽക്കാലത്ത് വികലമായ, അതിന്റെ പല കറപ്ഷനും സംഭവിച്ച രൂപത്തിലാണ് ഇന്ന് യഹൂദ മതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പേര് തന്നെ ദൈവികമല്ല, അതൊരു ക്ലാനുമായിട്ട്, ഒരു കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പേരാണ്. മറിച്ച് മൂസ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. മറ്റെല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫീ ഹാദ. അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന പേര് മുസ്ലിങ്ങൾ എന്നാണ്. ഈ ഗ്രന്ഥത്തിൽ മാത്രമല്ല, നേരത്തെയും അങ്ങനെയാണ്. ഇതാണ് ഖുർആൻ പറയുന്നത്. ഇസ്ലാമാണ് എല്ലാ കാലത്തെയും മതം, ദൈവിക മതം അതാണ്. അത് ഓരോ പ്രാദേശിക ഭാഷയിലായിരിക്കും അത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടാവുക, പറയപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ അതിന്റെ ആകത്തുക പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിന് കീഴ്പ്പെടുക എന്നതാണ് ആ മതം എന്നതാണ്. അപ്പോ യഹൂദ മതത്തിനും ക്രൈസ്തവ മതത്തിനും ഒക്കെ ഇന്ന് ഇസ്ലാമുമായി ഒരുപാട് കാര്യങ്ങളിൽ റിസംബ്ലൻസ് കാണാൻ സാധിക്കും. അതിന്റെ കാരണം അതില് പ്രവാചകന്മാര് പഠിപ്പിച്ച മതവിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇന്നുണ്ട് എന്നതാണ്. അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അതിന്റെ ചില ശേഷിപ്പുകളുണ്ട് എന്നതുകൊണ്ടാണ് ഇസ്ലാമുമായി അവയ്ക്ക് സാദൃശ്യമുള്ളത് എന്നതാണ് വസ്തുത. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ്. മനുഷ്യർ പലപ്പോഴും അതിനെ, പിൻഗാമികളായി വന്ന ആളുകൾ പലപ്പോഴും അതിനെ മാറ്റിമറിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിന് രൂപഭേദം വന്ന രൂപങ്ങളിലാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനോട് വലിയ സാദൃശ്യം അവയിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള പിഴവുകൾ അവയ്ക്ക് സംഭവിച്ചിട്ടും ഉണ്ടാകും. അപ്പോ താങ്കൾ ഉന്നയിച്ച കാര്യം മതത്തിന്റെ ഒരു അനുകരണമാണ്, ഈ ഇത്തരം യഹൂദ മതത്തിന്റെ ഒരു അനുകരണമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി തെറ്റാകും എന്നാണ്. അനുകരണമല്ല, ആ പൂർവിക മതങ്ങളുടെ പരിഷ്കരണമാണ്, ശുദ്ധീകരണമാണ്. അതിന്റെ തനിമയോടുകൂടിയുള്ള ദൈവിക മതം പുനരവതരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാം. പൂർവിക പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ മതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിൽക്കാലത്ത് അത്തരം വിശ്വാസ ആചാരങ്ങളിലും സമൂഹങ്ങളിലും കടന്നു വന്നിട്ടുണ്ടായിരുന്ന എല്ലാ കറപ്ഷനും നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച രൂപത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്കത് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു തത്വവുമാണ്, അല്ലെങ്കിൽ ഈ ഒരു ആശയവുമാണ്. അപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.